അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. നജീബ് ക, എന്താ വിശേഷങ്ങൾ? സുഖം തന്നെ? സുഖം തന്നെ. വളരെ സന്തോഷമുണ്ട് നിങ്ങളൊന്ന് കാണാൻ സാധിച്ചതിൽ. ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് സിനിമയിലൂടെയും കഥയിലൂടെയൊക്കെ സാറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ പേര് സയീദ് എന്നാണ്. ഞാൻ അരീക്കോട് നിന്നാണ് വരും, മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന്. അവിടെ അറബിക് യൂണിയൻ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിക്കുന്നുണ്ട്. നല്ല കാര്യം. ഏതായിരുന്നാലും ആ പഴയ കാലത്തെ ഓർമ്മകൾ ഇപ്പോഴും അറബി അറിയാത്തതുകൊണ്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അറബി എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നവർക്ക് എല്ലാവർക്കും മസ്റ്റായിട്ട് ഇച്ചിരിയെങ്കിലും അറബി പഠിച്ചിരിക്കണം. പഠിക്കാത്തവർക്ക് ഇപ്പോഴത്തെ കാലത്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും മൊബൈലൊക്കെ ആയിട്ട് പോകുന്നെങ്കിലും എന്നാലും നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു അറബിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവർ അറബിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ വേറെ രാജ്യത്ത് ഹിന്ദി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും അറബിയൊക്കെയാണ് അവിടെ ഏറ്റവും വലിയ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയാമെങ്കിൽ നമുക്ക് അവർക്ക് അത്രയും കാര്യമാണ്. നമുക്ക് നമ്മുടെ അറബി ഭാഷ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് കാരണം എനിക്കത് ബഹ്റൈനിൽ ചെന്നപ്പോൾ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അളിയനൊക്കെ അറബിയുടെ കൂടെ ഒക്കെ നല്ല അറബി സംസാരിക്കുന്ന പറഞ്ഞ വല്ല പച്ചവെള്ളം പോലെ അറബി സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അറബിക്കൊക്കെ വലിയ കാര്യമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അറബി ഉള്ളിയെ വിളിച്ച് സംസാരിക്കും. നമ്മളിപ്പോ ധാരാളം വിദ്യാർത്ഥികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി നടത്തുകയാണ് ഞാൻ. നടത്തേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അതൊരു പാഠമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ഇപ്പം 4.5 ലക്ഷം ആളുകൾക്കാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ അറബി പഠിപ്പിച്ചിരിക്കുന്നത്. അവർ അറബിക് യൂണിയനിൽ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇപ്പം 350 ബാച്ച് പിന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു വലിയ സമൂഹത്തിന് ഈ സന്ദേശം എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ പിന്നെ ഈ കഷ്ടപ്പാടിൻ്റെ ഒരു കാലം ഉണ്ടല്ലോ, ആരും ഇല്ലാതെ മരുഭൂമിയിൽ നിന്ന കാലത്ത് എന്താ നിങ്ങൾക്കൊരു ഭാഷ അറിയാത്തതുകൊണ്ട് ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ അറബി നമുക്ക് ഭാഷ അറിയാൻ മേത്തുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വാളിറ്റികളൊക്കെ അവിടെ പറ്റി. കാരണം നമുക്ക് ഈ ഭാഷ ഒരുവിധമെങ്കിലും പറയാൻ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയുള്ള ഗതികേട് അവിടെ വരത്തില്ലായിരുന്നു. ഭാഷയാണ് ഏറ്റവും എനിക്ക് അവിടെ കൂടുതലായിട്ട് സംഭവിച്ച ഭാഷ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെന്താ പറയുന്നതെന്ന് എനിക്കത് അറിയില്ലായിരുന്നു. പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അറബി ഭാഷ അറിയാത്തതിൻ്റെ പേര് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു കൈപുസ്തകം. ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് അറബി മലയാളം തർജ്ജിമ. അതന്നെ, തർജ്ജിമ എന്നുള്ളതല്ല, സംസാര ഭാഷ പഠിക്കാനുള്ള ഒരു പുസ്തകം നമ്മൾ എഴുതിയിട്ടുണ്ട്. നജീബ് ക, എൻ്റെ ചിരകാല സ്വപ്നമായ ഈ പുസ്തകത്തിൻ്റെ പ്രകാശം നിർവഹിക്കാൻ എന്തുകൊണ്ടും നജീബ് ക തന്നെയാണ് യോഗ്യം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് വന്നത് നിങ്ങളുടെ അടുത്തേക്ക്. സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ്. അതോടൊപ്പം ഞങ്ങൾ അവസാനത്തെ ഒരു ആഗ്രഹമുള്ളത് 1 മില്യൺ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കണം, ഈ മഹത്വം എത്തിക്കണം. അതെത്തും. ഏതായിരുന്നാലും ഇതിനൊക്കെ നിങ്ങളോടൊപ്പം വന്നതിലും നിങ്ങൾ ഈ പുസ്തക പ്രകാശനം ചെയ്തതിലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയപ്പെട്ട നജീബ്, താങ്കൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരു മലയാളിയും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു അൽമജറ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി മറ്റാരുടേതിനേക്കാളും മുമ്പ് താങ്കളുടെ മുഖം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അൽമജറ പുസ്തകത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും അർഹൻ താങ്കളാണ് നജീബ്. ഇനി ഒരു പ്രവാസിക്കും ഒരാടുജീവിതം ഉണ്ടാവാതിരിക്കാൻ ഈ പുസ്തകം സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.